ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നോക്കിയാലോ? ആദ്യം തന്നെ തലേ ദിവസം കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു ചായയൊക്കെ അങ്ങ് വെച്ചു. പിന്നെ കറികൾക്കായിട്ടുള്ള തേങ്ങ ഒക്കെ ഒന്ന് തിരിങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് തേങ്ങ തിരുങ്ങുന്നത്. പിന്നെ ആദ്യം മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോരുകറിക്ക് വേണ്ട തേങ്ങയും ഉള്ളിയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തയ്യാറാക്കുന്ന ഒരു മോരുകറിയാണ് കേട്ടോ. ഇതിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് കടുകും പിന്നീട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും കുറച്ച് വലിയ ജീരകവും വറ്റൽമുളകും കറിവേപ്പിലയും ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പും പിന്നെ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് വരാൻ ഒരു നുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അതിന് ശേഷം മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 2 കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു തക്കാളിയും ഒരു പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആ പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ഒരു കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇന്ന് പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്നുമില്ല, പാവയ്ക്കയും സവാളയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. മീനൊക്കെ അപ്പോഴത്തേക്കും കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും മീനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് മസാല ദോശയും അതുപോലെ തന്നെ മസാല ദോശയ്ക്കുള്ള കിഴങ്ങൊക്കെയാണ് ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കിഴങ്ങും ഒരു സവാളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും ഒരു തക്കാളിയുടെ ഒരു ചെറിയ പോർഷനുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതെല്ലാം കൂടി ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ സ്നാക്സൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇന്ന് മീൻ കറിയും മീൻ പൊരിച്ചതും എടുക്കുന്നുണ്ടെങ്കിലും മക്കൾക്ക് മുട്ട പൊരിച്ചത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് 2 മുട്ട പൊരിക്കാനായിട്ട് ഞാനൊന്ന് എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മക്കൾ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ദോശയൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിത് ഈ ഒരു പാന് അടുത്തിടെ വാങ്ങിയൊരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ പാനിനൊക്കെ നല്ല കട്ടി വരാറുണ്ട്. അപ്പോൾ നമ്മൾ ദോശ ചുടുന്ന സമയത്ത് കുറേ നേരം വെയിറ്റ് ചെയ്യണം ആ പാനൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നല്ല തിന്നായിട്ടുള്ളൊരു പാനായതുകൊണ്ട് ഇത് നോൾട്ടയുടെ പാനാണ് കേട്ടോ. ഒരു 32 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു പാന്. നന്നായിട്ട് നല്ല വലിപ്പത്തിൽ തന്നെ നമുക്കിതിൽ ദോശ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കിഴങ്ങിൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഞാൻ അതിനൊന്ന് കടുക് താളിച്ചെടുക്കുന്നുണ്ട്. ഈ ഇടയ്ക്കൂടി ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഒരു പാനിൽ ഞാനവിടെ മുട്ട പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മസാല റെഡി ആയപ്പോഴത്തേക്കും ദോശയും മുരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ദോശയിലേക്ക് മസാല ഒന്ന് ചേർത്തിട്ട് ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ദോശ കിട്ടും കേട്ടോ. ഈ പാനായതുകൊണ്ട് നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചോറൊക്കെ എടുത്ത് വയ്ക്കാനുള്ള സമയമായി മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവർക്ക് മുട്ട പൊരിച്ചതും പിന്നെ അല്പം കിഴങ്ങിൻ്റെ മസാല 2 പേർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരാൾക്ക് ഞാൻ കുറച്ച് മീൻകറിയുടെ പീസ് ഞാൻ ഒരാൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾക്ക് മീൻകറിയുടെ കുറച്ച് ഒരു ഗ്രേവിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. വൈകുന്നേരം വന്നു, ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെച്ചു, രാവിലത്തെ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ശരി, ഓക്കെ.